വെൽക്കം ബാക്ക് ടു സാലൻ ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മൾ എല്ലാവരും അടിപൊളിയായിട്ട് ഓരോ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം നമ്മുടെ 4ാം ക്ലാസ്സിൽ കലാകേരളം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4ാം ക്ലാസ്സിലേക്കാണെങ്കിലും LSSനാണെങ്കിലും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്കറിയാം നമ്മുടെ കഥകളിനെ പറ്റി. ഇപ്പോൾ കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? കലകളുടെ രാജാവ് അല്ലേ. കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആളാണ്. കിങ് ഓഫ് ആർട്സ് എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കഥകളിയാണ്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കഥകളിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ആസ്വദിക്കണമെങ്കിൽ പോലും നമുക്ക് അതിന്റെ പിന്നിലുള്ള കഥയും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പൊ നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കലാരൂപമാണ് നമ്മുടെ കഥകളി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്തൊരാളെന്ന് പറയുന്നത് തുള്ളലാണ്. ഓട്ടൻ തുള്ളല്, പറയൻ തുള്ളല്, ശീതങ്കൻ തുള്ളല് എന്ന് തുടങ്ങിയിട്ട് 3 തരത്തിലുള്ള തുള്ളലുകളെ പറ്റി നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ളതാണ്. അപ്പൊ അത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലെ. കുഞ്ചൻ നമ്പ്യാരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, തുള്ളൽ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ തുള്ളൽ എന്ന കലാരൂപത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പൊ കൃത്യമായിട്ട് ഈ പോയിന്റുകൾ എന്ത് ചെയ്തിരിക്കണം, ഓർത്തു വെച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല തരത്തിലുള്ള തിന്മകളുണ്ട്. അതിനൊക്കെ എതിരെ എന്താണ്, ഒരു ചിരിയോടുകൂടി നർമ്മത്തോട് കൂടിയിട്ടൊക്കെ നമ്മൾ പറയും അല്ലെ, പരിഹസിച്ചുകൊണ്ട് നർമ്മരസം കലർത്തിയിട്ടാണ് ഈ തുള്ളൽ എന്ത് ചെയ്യുന്നത്, അവതരിപ്പിച്ചിട്ട് പോന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാപ്പിളപ്പാട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നമ്മുടെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ നമ്മൾ കുറേ മാപ്പിളപ്പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ പണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉള്ള നമ്മുടെ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് പണ്ട് എന്തായിരുന്നു, തനത് പ്രത്യേകതകളുള്ള കാവ്യരചനകളാണ് മാപ്പിളപ്പാട്ടുകൾ. കേരളീയ സമൂഹത്തിന് മാപ്പിളപ്പാട്ടിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള കവിയാണ് മോയിൻകുട്ടി വൈദ്യർ അല്ലെ. അപ്പൊ മോയിൻകുട്ടി വൈദ്യരാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മാപ്പിളപ്പാട്ടിനെ നമ്മുടെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് എന്താണ് പലതരത്തിലുള്ള ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അവതരിപ്പിച്ചിരുന്ന കലാരൂപം കൂടിയായിരുന്നു ഈ പറഞ്ഞ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ മാപ്പിളപ്പാട്ടും മോയിൻകുട്ടി വൈദ്യരും ഈ 2 ആളുകളെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റണം. ഇനി ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അല്ലെ, നമ്മളിപ്പോ കുറെ കലാരൂപങ്ങളൊക്കെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ചിത്രകലയോ അല്ലെ. അപ്പൊ ചിത്രകലയിൽ ഏറ്റവും മികച്ചൊരു സംഭാവന നൽകിയിട്ടുള്ള ലോക പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനാണ് ആര്, നമ്മുടെ രാജാ രവിവർമ്മ അല്ലെ. കേരളത്തിലുള്ള ആളാണ് ആര് അല്ലെ, കേരളീയനായിട്ടുള്ള ഒരു ആരാണ്, യെസ്, പെയിന്റർ ആണ് നമ്മളുടെ രാജാ രവിവർമ്മ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറെ പെയിന്റ്സ് ഉണ്ട് അല്ലെ. ഈ പറയുന്ന ചിത്രങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക, മനസ്സിൽ കുറിച്ച് വെക്കുക. ഇതൊക്കെ വരച്ചത് ആരാണെന്നൊക്കെ ചോദിക്കും നിങ്ങളോട്. അപ്പൊ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആരാണ്, നമ്മുടെ രാജാ രവിവർമ്മയാണ്. സോ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മക്കൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമ്മുടെ പ്രാണ ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ ഇനിയും നമുക്കറിയാം, നമുക്ക് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് LSSന് വേണ്ടിയിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്. കാരണം ഈ പറയുന്ന 4ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല LSS, അതിന് മുമ്പേ തന്നെ നമ്മൾ ആ എക്സാം എഴുതുന്നുണ്ട് അല്ലെ. അപ്പൊ ആനുവൽ എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാം മാത്രമല്ല ആനുവൽ എക്സാം വരെയുള്ള ചാപ്റ്റേഴ്സും നമുക്ക് അവിടെ ആവശ്യമുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ പ്രാണ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മാത്രമല്ല പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ LSSന്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാതെ അതാ താഴത്തെ നമ്പർ നിങ്ങൾ കാണുന്നില്ലേ, ഒരു നമ്പർ പോകുന്നത്, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാടാ എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.